ഞാനിപ്പോൾ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലാണുള്ളത്, ന്യൂ ബസ് സ്റ്റാൻഡ്. ഇപ്പോൾ ബസ്സിന് വന്നിറങ്ങിയതാണ്. ഇന്ന് അങ്ങനെ നടന്നു നോക്കണം, കുറച്ചങ്ങോട്ട് നടന്നു നോക്കാൻ പറ്റുമെങ്കിൽ ബീച്ചിലൊക്കെ ഒന്ന് പോകണം. ആ കാണുന്ന എസ്കലേറ്റർ കയറിയിട്ട് റോഡിൻ്റെ അപ്പുറം കിടക്കണം. കറണ്ടില്ലായിട്ടാണോ എന്താണെന്ന് അറിയില്ല, ഇതിപ്പോൾ വർക്കിംഗ് അല്ല. അതുകൊണ്ട് സ്റ്റെപ്പ് ഇങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ വന്ന് റോഡിൻ്റെ ഈ സൈഡിൽ വന്നിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് ഒരു റോഡുണ്ട്, ആ റോഡിന് അങ്ങോട്ട് പോകണം. ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, ഇത് ഈ റോഡാണ്. ഈ റോഡിന് ക്ഷേത്രത്തിലേക്കുള്ള റോഡാണ്. ഇതിലങ്ങനെ പോവാം. ഇതിലങ്ങനെ പോകുമ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡും ബൈക്കുകളാണ് നിർത്തിയിട്ടിരിക്കുന്നത്. അങ്ങനെ വന്നിട്ട് ഇവിടെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം കോമ്പൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇതാ കാണുന്നതാണ് മെയിൻ ഗേറ്റ്, ക്ഷേത്രത്തിൻ്റെ മെയിൻ ഗേറ്റാണ് ആ കാണുന്നത്. കവാടാണ്, മെയിൻ കവാടാണ് ആ കാണുന്നത്. ആ കാണുന്ന ബിൽഡിങ്, ഷോപ്പിംഗ് കോംപ്ലക്സൊക്കെ ക്ഷേത്രത്തിൻ്റെ വകയാണ്. ഇത് കാണുന്ന ബിൽഡിങ്ങൾ, ഷോപ്പിംഗ് കോംപ്ലക്സൊക്കെ ക്ഷേത്രത്തിൻ്റെ വകയാണ്. ഇതാ ക്ഷേത്രത്തിൻ്റെ മതിലിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചയാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണിത്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, കോഴിക്കോട്. ക്ഷേത്രക്കുളമാണ് മുമ്പിൽ കാണുന്നത്. ക്ഷേത്രക്കുളം. ആ അപ്പുറത്ത് കാണുന്ന കുളത്തിനോട് ചേർന്ന് ശ്രീ ചൈതന്യ ഹാളാണ് കാണുന്നത്. അടുത്ത് ശ്രീനാരായണ സെൻട്രൽ ഹാൾ, അവിടെ ഒരു ഹാളുണ്ട്. ഉച്ച സമയമായതുകൊണ്ട് ക്ഷേത്രത്തിൽ അധികം ആളുകളൊന്നുമില്ല. ദർശനം നടത്താനായിട്ട് നട തുറന്നിട്ടുണ്ടോ അറിയില്ല. നട അടച്ചിരിക്കുകയാണ്, ഉച്ച സമയമായതുകൊണ്ട് നട അടച്ചിരിക്കുകയാണ്. ഇവിടെ കാണുന്നത് EMS സ്റ്റേഡിയമാണ്, കാലിക്കറ്റ് സ്റ്റേഡിയമാണ്. കാണുന്നൊരു തിയേറ്ററാണിത്. തിയേറ്റർ കം ഷോപ്പിംഗ് കോംപ്ലക്സ് രണ്ടും കൂടെ ഉള്ളതാണ്. അങ്ങനെ നമ്മൾ വന്നിട്ട് ഇതിപ്പോൾ വേറെ മാനാഞ്ചിറക്കൊക്കെ പോകുന്ന കമ്മീഷൻ ഓഫീസർ ഭാഗത്തേക്കൊക്കെ പോകുന്ന മെയിൻ റോഡ്, ആ റോഡിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. സ്റ്റുഡിയോ തുണി ഷോപ്പാണിത്, ടാറ്റേൻ്റെ ഷോപ്പാണിത്. ഇടത് ഭാഗത്ത് കാണുന്നത് കമ്മീഷൻ ഓഫീസാണ്. അങ്ങനെ വന്ന് ഇവിടെ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അവിടെ ഈ 3 കൂടി ഒരു ജംഗ്ഷനാണ്. ഇവിടെ ഇതിൻ്റെ നേരെ അപ്പുറം കാണുന്നത് മാനാഞ്ചിറയാണ്. മാനാഞ്ചിറ സ്ക്വയർ ആണ് കാണുന്നത്, പാർക്കാണ്. ഇവിടുന്ന് ഇങ്ങനെ ഇടത്തോട്ട് പോയാൽ പാള സ്റ്റാൻഡിലേക്ക്, മുട്ടാത്തെരുവിലേക്കൊക്കെ പോവാം. വലത്തോട്ട് പോയി കഴിഞ്ഞാൽ SBIൻ്റെ പോസ്റ്റ് ഓഫീസ്, ബീച്ചിലേക്കൊക്കെ പോകാനുള്ള റോഡിൽ അങ്ങനെ അങ്ങോട്ട് പോവാം. മാനാഞ്ചിറ ബസ് സ്റ്റോപ്പാണിത്. ബേപ്പൂർ ഭാഗത്തേക്ക്, മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കൊക്കെ സിറ്റി ബസ് പോകുന്ന സ്റ്റാൻഡാണ്. ലെഫ്റ്റ് സൈഡിൽ അങ്ങ് വരെ ഫുള്ളും പാർക്കിൻ്റെ ഏരിയ തന്നെയാണ്. റോഡ് മുറിച്ച് കിടക്കുന്നുണ്ട്.
റോഡ് മുറിച്ച് കടന്നപ്പോൾ പാർക്കിൻ്റെ സൈഡിലായിട്ട് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് കാണുന്ന മാനാഞ്ചിറ കുളമാണ്, ആ വലേൻ്റെ അപ്പുറത്ത് കാണുന്നത്. അങ്ങോട്ട് ഉള്ളിലേക്കൊക്കെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഏരിയ ആണ്. അങ്ങനെ ഇപ്പോൾ കസ്റ്റംസ് ഓഫീസിൻ്റെ സൈഡിൽ കൂടെയാണ് നടക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ഭാരതിൻ്റെ കസ്റ്റംസ് ഓഫീസ്. ആദായ നികുതി ഓഫീസ്, PWD കോംപ്ലക്സ്, അതിൻ്റെ ബിൽഡിങ്ങാണ്. ഇവിടെ റോഡ് ഒരു ജംഗ്ഷനാണ്. ഇവിടുന്ന് ലേശം കൂടി അങ്ങോട്ട് മുന്നോട്ട് പോകാതെ ഇടത്തോട്ട് തിരിഞ്ഞ് ബീച്ചിലേക്ക് പോകാം. ഈ കാണുന്ന ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ ലെഫ്റ്റിലേക്ക് പോയാൽ ബീച്ചിലെത്തും, പെട്ടെന്ന് എത്തും. ഇവിടുന്ന് റോഡ് മുറിച്ച് കടന്നിട്ട് ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകും. ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ബീച്ചിലേക്ക് വേഗം എത്തും. ഇതിലെങ്ങനെ പോയാൽ മതി, ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ റെയിൽ കിടക്കാനുണ്ട്. റെയിൽ മുറിച്ച് കടന്നിട്ട് വേണം പോകാനായിട്ട്. ഇതിലെങ്ങനെ റെയിൽ മുറിച്ച് കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ. പാലത്തിൻ്റെ അടിയിൽ കൂടെ തന്നെയാണ് പോകേണ്ടത്. റെയിൽ മുറിച്ച് കിടക്കാനുണ്ട്. വണ്ടിയൊന്നും വരുന്നില്ല. രണ്ട് സൈഡും നോക്കി എല്ലാം മുറിച്ച് കിടന്നിട്ട് അപ്പുറത്തേക്ക് പോകാം. അങ്ങനെ ഓവർ ബ്രിഡ്ജ് ഇവിടെ കൊണ്ട് തീരുകയാണ്. ഇവിടെ ഒരു ജംഗ്ഷനാണ്. ഇവിടുന്ന് കുറച്ചുകൂടി നേരെ പോയി കഴിഞ്ഞാൽ ബീച്ചിലേക്ക് എത്താം. ഇടതുഭാഗത്ത് കാണുന്ന ഇത് പഴയ ടാഗോർ സെൻട്രൽ ഹാളുണ്ടായിരുന്ന സ്ഥലമാണ്. ആ ബിൽഡിങ്ങൊക്കെ പൊളിച്ചു കളഞ്ഞു. ഇവിടെ ആയിരുന്നു അത് ഉണ്ടായിരുന്നത്. ആ ബിൽഡിങ്ങൊക്കെ പൊളിച്ചു കളഞ്ഞു. അതാണ് എൻ്റെ ഇങ്ങനെ വന്നത് മൂന്നാലിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇടത്തോട്ട് പോയ കോർപ്പറേഷൻ ഓഫീസ്, വലതുഭാഗത്ത് ബീച്ച്, ആശുപത്രി, ബീച്ച് ഹോസ്പിറ്റലാണ് വലതുഭാഗത്ത്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ശ്രീ തിരുവാണി ഭഗവതി ക്ഷേത്രം, മൂന്നാലിങ്ങൽ. അങ്ങനെ വന്ന് ഇവിടെ ബീച്ച് എത്തിയിട്ടുണ്ട്. നേരെ മുമ്പിൽ കാണുന്നതാണ് ബീച്ച്. സൈഡിൽ കൂടെയൊക്കെ ഷോപ്പുകളാണ്. ചായ, സ്നാക്സൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ ഷോപ്പുകളാണ്. സൈഡിൽ കൂടെ ഫുള്ളായിട്ട് സൈഡിൽ കൂടെയൊക്കെ ഫുള്ള് നിരപ്പിച്ച ഷോപ്പുകളാണ്. അങ്ങ് തലവരെ ചായ, സ്നാക്സ്, ലഘുഭക്ഷണങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പുകളാണ്. ഇടത്തോട്ടുമുണ്ട് വലത്തോട്ടും. ബീച്ചിൻ്റെ എല്ലാ സൈഡും ഫുള്ളും ഇതുപോലത്തെ ഷോപ്പുകളാണ്. ഈ ചെറിയ ചെറിയ പെട്ടിപ്പീടി പോലത്തെ ഈ ഷോപ്പുകളൊക്കെ കോർപ്പറേഷൻ അനുവദിച്ചു കൊടുത്ത, കോർപ്പറേഷൻ ഉണ്ടാക്കി കൊടുത്ത ഷോപ്പുകളാണ്. ഒരു മഴ പെയ്ത് തോർന്നിട്ടുണ്ട്. മഴയുള്ളൊരു ദിവസമാണ്. എങ്കിലും ബീച്ചിലൊന്ന് പോയി നോക്കാം. മഴയത്ത് ബീച്ചിൻ്റെ വൈബൊക്കെ ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. നിറയെ ആളുകൾ വരുന്ന ബീച്ചാണ് കേട്ടോ ഇത്. ഇന്നിപ്പോൾ ഇട ദിവസം ആയതുകൊണ്ട്, ചൊവ്വാഴ്ച ദിവസം ആയതുകൊണ്ട്, മഴയുള്ള ഒരു ദിവസം ആയതുകൊണ്ടാണ് ആൾ കുറവ്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ള് ജനങ്ങളായിരിക്കും. ഒരുപാട് ആളുകൾ വരുന്ന ബീച്ചാണ്. കേരളത്തിൽ തന്നെ പ്രശസ്തമായിട്ടുള്ളൊരു ബീച്ചാണ് കോഴിക്കോട് ബീച്ച്. ആളുകൾക്ക് വേണ്ടുന്ന എല്ലാ കുട്ടികളൊക്കെ ആയിട്ട്, ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ ഉള്ള ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങൾ അതുപോലെ എല്ലാം ഉള്ളൊരു ബീച്ചാണ്. പിന്നെ പാർട്ടികളുടെ അല്ലെ സംഘടനകളുടെയൊക്കെ പരിപാടികളൊക്കെ ഇവിടെ വെച്ച് നടത്തലുണ്ട്. വലിയ സ്റ്റേജൊക്കെ ഉണ്ട്, ഓപ്പൺ സ്റ്റേജൊക്കെ ഉണ്ട്. ഇവിടെ വെച്ചിട്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തലുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു ബീച്ചാണ്. കേരളത്തിലെ തന്നെ ഒരു നല്ലൊരു ബീച്ചാണ് കാലിക്കറ്റ് ബീച്ച് എന്ന് പറയുന്നത്. ഇന്നിപ്പം ആൾ കുറവാണ്. ഇതാണ് ആ ഓപ്പൺ സ്റ്റേജ്. ഇവിടെ സ്റ്റേജൊക്കെ ഉണ്ടാക്കി സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ പാർട്ടി പരിപാടികൾ, സംഘടനകളുടെ പരിപാടികളൊക്കെ ഈ ബീച്ചിൽ വെച്ച് നടത്തൽ.
ഈ സ്റ്റേജിൻ്റെ ബാക്കിലായിട്ട് കുറേ സ്ഥലമുണ്ട്. അവിടെ ആളുകൾക്ക് ഇരിക്കാനൊക്കെ പറ്റിയ നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല റെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവിടെ ഇങ്ങനെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ. ഫുള്ള് ടൈലൊക്കെ ഇട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇരിക്കാനുള്ള സീറ്റുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കുറേ ഏരിയ ഉണ്ട് ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്ത്. ഈ വടക്കോട്ട് പോകുന്ന ഭാഗം വടക്ക് ഭാഗമായിട്ട് വരും. ഇവിടെ ഇങ്ങനെ കുറേ ഏരിയ ഉണ്ട്. ഇവിടെ ഫുള്ള് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ചെറിയ പെട്ടിപ്പീടികൾ, സ്നാക്സ്, ചായ കിട്ടുന്ന ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ വലതു ഭാഗത്ത് കാർ പാർക്കിംഗ് ഉണ്ട്. ഇവിടെ ഞങ്ങൾ തിരിച്ച് വന്ന ഭാഗത്തൊക്കെ തന്നെ പോകണം. അതിൻ്റെയും കുറച്ച് അപ്പുറത്തായിട്ട് ഇതേപോലെ തന്നെ നല്ല സൗകര്യമുള്ള ആളുകൾക്ക് ഇരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഭാഗമുണ്ട്. തെക്ക് ഭാഗം, ആ ഭാഗത്തേക്ക് പോവാം. തിരിച്ചങ്ങനെ റോഡിൻ്റെ സൈഡിൽ കൂടെയാണ് ഞാൻ ആ പറഞ്ഞ ഭാഗത്തേക്ക് പോകുന്നത്. ബീച്ചിൻ്റെ മറ്റൊരു ഭാഗമാണ്. ആ ഭാഗത്തേക്ക് റോഡ് സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇടത് സൈഡ് ബീച്ചിന് അഭിമുഖമായിട്ട് കേട്ടോ ബീച്ച് ഹോസ്പിറ്റലുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ബീച്ച് ഹോസ്പിറ്റലിൻ്റെ കാര്യം. ബീച്ചിന് അഭിമുഖമായിട്ടല്ല കാണുന്ന ബിൽഡിങ്ങൊക്കെ ഹോസ്പിറ്റലിൻ്റെ ബിൽഡിങ്ങാണ്, ബീച്ച് ഹോസ്പിറ്റലാണ്. അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഈ കടകൾ അവസാനിക്കുന്ന ഇവിടുന്ന് തൊട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്ഥലം തുടങ്ങുന്നത്. ഇവിടുന്ന് അങ്ങനെ തുടങ്ങും. ഞാൻ ആ പറഞ്ഞ സ്ഥലം ബീച്ചിൻ്റെ തെക്ക് ഭാഗമായിട്ട് വരും. നല്ല ഏരിയയാണ്. ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അങ്ങനെയുള്ളതെല്ലാം ഉണ്ട്. നേരെ മുമ്പിൽ കാണുന്ന കോർപ്പറേഷൻ്റെ ഓഫീസാണ്. ഇതിങ്ങനെ തല വരെ കുറേ പോകാനുണ്ട് കേട്ടോ. കുറേ ഉണ്ട് അങ്ങോട്ടേക്ക് പോകാൻ. ഈ ഭാഗത്ത് അവിടെ കണ്ടതിനും കുറേ ആളുകളുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ഇരിക്കാനൊക്കെ സൗകര്യമുള്ളതുകൊണ്ട്. ഇന്ന് പിന്നെ മഴക്കാരൊക്കെ ഉള്ള, വെയിലില്ലാത്തതുകൊണ്ട് ഇവിടെ അങ്ങനെ ഇരിക്കാം. വെയിലുണ്ടെങ്കിൽ ഈ സമയത്തൊന്നും ഇവിടെ ഇരിക്കാൻ കഴിയില്ല. ഇങ്ങനെ പോകുമ്പോൾ സെൻട്രലായിട്ട് ഇരിക്കാനുള്ള സ്ഥലവും അതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ കല്ലുകൊണ്ടുള്ള പല ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇരിക്കാനുള്ള ഒരു റൗണ്ട് സംഭവം, അതിൻ്റെ നടുക്ക് പല ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട് ഇതാ ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്, രണ്ട് സ്ഥലത്തായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് തിര അടിച്ചിട്ട്, നല്ല തിരയായതുകൊണ്ട് തിര അടിച്ചിട്ട് ഒരു മഞ്ഞ് പോലെയാണ്, മൂടൽ പോലെ കാണുന്നത്. ഈ മഴത്തുള്ളികൾ, ഈ വെള്ളത്തുള്ളികൾ സ്പ്രേ പോലെ ആയിട്ട് ഇവിടെയൊക്കെ ഒരു മൂടൽ മാതിരിയാണ്. വലിയ തിര അടിച്ചിട്ട് ഇവിടെയൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. കുറേ താന്ന് പോയിട്ടുണ്ട് തിര അടിച്ചിട്ട്. കുറേ ദൂരം വരെ വെള്ളം പൂഴിയായിരുന്നു. പക്ഷെ അതൊക്കെ പോയി ഇപ്പോൾ ഇവിടെ വരെ എത്തി വെള്ളം. ഇനിയും ഉണ്ട് കേട്ടോ കുറേ അങ്ങോട്ടേക്ക്. ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, സീറ്റുകളൊക്കെ. പെയിൻറ്റിങ് ഒക്കെ കുറേ പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഒക്കെ കുറേ പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ട് ഇങ്ങനത്തെ റൗണ്ട് സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാൽ ഇങ്ങോട്ട് കയറിയിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കടലിൻ്റെ വ്യൂ നല്ലോണം, നല്ല വ്യൂ ആണ്. ഈ റൗണ്ടിൽ ഇങ്ങനെ കയറി വന്നാൽ ഇവിടെ നിന്നാൽ ഇതാ ഇനി അങ്ങോട്ട് കുറേ ഉണ്ട് കേട്ടോ. ഞാനിനി അങ്ങോട്ട് പോകുന്നില്ല, ഞാൻ നടന്ന് മടുത്തു. കുറേ നേരമായി നടക്കുന്നത്.
ഇനിയുണ്ട് അങ്ങോട്ടേക്ക് തലക്കിലേക്ക് ഇനിയുണ്ട്. അവിടെ വലിയങ്ങാടീൻ്റെ ആ സംഭവം, വലിയങ്ങാടീൻ്റെ ആ സ്ട്രീറ്റ് തുടങ്ങുന്ന ആ ഭാഗം വരെ ഉണ്ട് ഇതിങ്ങനെ പോണത്. വലിയങ്ങാടിയിലേക്കുള്ള ആ റോഡ് അവിടം വരെ ഉണ്ട് ഇത്. അങ്ങനെ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ബീച്ചിൽ വന്നിട്ട് ഏകദേശം ഒരു 1-2 മണിക്കൂറായി. ഈ ടൈമിൽ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ആൾ നല്ലോണം ഉണ്ട്, ആൾ വരുന്നുണ്ട്. അടുത്ത ദിവസമാണെങ്കിലും ആളൊക്കെ നല്ലോണം വരും. സൈഡിലൊക്കെ ഐസ്ക്രീമിൻ്റെ വണ്ടിയൊക്കെ ഉണ്ട്. പിന്നെ ഫുള്ളും പാർക്കിംഗ് ആണ് റോഡ് സൈഡ്. പിന്നെ കാലാവസ്ഥ ലേശം വെയിലൊക്കെ കാണുന്നുണ്ട്, അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്. ഞാൻ തിരിച്ചു പോണത് നടന്നിട്ട് തന്നെയാണ്, വേറെ വഴി കൂടെയാണ് പോണത്. നമ്മുടെ സെൻട്രൽ മാർക്കറ്റിൻ്റെ ഒക്കെ അതിലെ അങ്ങനെ പോയിട്ട് മുട്ടാത്തെരുവിൻ്റെ അതിലേക്ക് കൂടെയാണ് അങ്ങോട്ട് പാളം സ്റ്റാൻഡിലേക്ക് പോകണം. അപ്പം നടന്ന് തന്നെയാണ് പോണത്. വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി, കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി നടന്ന് തന്നെയാണ് പോണത്. ഇതിൻ്റെ നേരെ മുമ്പിൽ കൂടെയുള്ള ഈ റോഡിന്, ഈ ഇടത്തോട്ടുള്ള റോഡിന് അങ്ങ് തിരിഞ്ഞു പോയാൽ സെൻട്രൽ മാർക്കറ്റ്, റെയിൽവേൻ്റെ ഇങ്ങോട്ട് പാളയത്തേക്കൊക്കെ എത്താൻ പറ്റും. ഇടതുഭാഗത്ത് കാണുന്നത് ജില്ലാ കോടതിയാണ്. ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സെൻട്രൽ മാർക്കറ്റ് എത്തും. ഈ ഭാഗമൊക്കെ ഇങ്ങനെ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞുള്ളത്. ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഫുള്ളും പൊട്ടിപ്പൊളിഞ്ഞ് നാശമായിട്ടുള്ളത്. അങ്ങനെ ആ വലതുഭാഗത്ത് കാണുന്ന ഈ ബിൽഡിങ്ങൊക്കെ സെൻട്രൽ മാർക്കറ്റ് ബിൽഡിങ്ങാണ്. അപ്പം മത്സ്യമൊക്കെ കുറവായിരിക്കും, ട്രോളിങ് നിരോധനത്തിൻ്റെ ടൈം ആയതുകൊണ്ട് കുറവായിരിക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവാം. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ അവിടെയൊക്കെ മാർക്കറ്റാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഈ സൈഡിലായിട്ട്, റോഡിൻ്റെ സൈഡായിട്ട് പച്ചക്കറി കടകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട്, ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ടാണ് മാർക്കറ്റ് വരിക. ഇതിലങ്ങനെ ഉള്ളിലേക്കും പോവാം, മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക്. അങ്ങനെ ഇവിടെ 2ാം ഗേറ്റിൻ്റെ അവിടെ വന്നു. 2ാം ഗേറ്റിൻ്റെ അവിടെ വന്നപ്പോൾ ഗേറ്റ് അടവാണ്, എങ്കിലും കടക്കാതില്ല, കടന്നു പോവാം. വണ്ടി അവിടുന്ന് വരുന്നുണ്ട്. ഗേറ്റിൻ്റെ അവിടുന്ന് വലത്തോട്ടുള്ള റോഡിന് പോയാൽ ഇങ്ങനെ റെയിൽവേൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോയിട്ട് വളഞ്ഞു പോയിട്ട് നേരെ കമ്പത്തിലെയും വഴി അങ്ങനെ പാളയത്തേക്ക് എത്താം. മുട്ടായിത്തെരുവ് കൂടാതെ, മുട്ടായിത്തെരുവിലൊക്കെ തിരക്കായിരിക്കും, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിലെങ്ങനെ പോയാൽ പാളയത്തേക്ക് എളുപ്പമെത്താം. ഈ ടേണിങ്ങിൽ ഈ കാണുന്ന റെയിൽവേ പാലം നേരെ കയറി ചെല്ലുന്നത് വലിയങ്ങാടിയിലേക്കാണ്. ഇത് റെയിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പാളയത്തു നിന്നൊക്കെ ഇങ്ങനെ നേരെ വന്നിട്ട് ഈ പാലം കയറി ഇറങ്ങുന്ന നേരെ ചെല്ലുന്ന വലിയങ്ങാടി ഭാഗത്തേക്കാണ്. ഇവിടെ 2 സൈഡും പാത്രക്കടകളാണ്. ഓട്, ചെമ്പ്, ഇതാണ് 2 സൈഡും. പഴയ ഓട്ടുപാത്രങ്ങളൊക്കെ ഉണ്ട്, ചെമ്പ് പാത്രം. ഫുള്ളും പാത്രക്കടകളാണ്, ചെമ്പ്, ഓട്. പഴയ അലുമിനിയം വരെ ഉണ്ട്, പഴയ അലുമിനിയം, പഴയ ഓട് പാത്രങ്ങൾ ഉണ്ട്. കുറേ ഉണ്ട് കേട്ടോ ഈ പാത്രക്കടകൾ, ഓട്, ചെമ്പ്, അലുമിനിയം. അങ്ങനെ ഞാൻ പാളയം സ്റ്റാൻഡിൻ്റെ അടുത്തെത്താനായി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടുന്ന് അങ്ങോട്ടൊരു പാളയം സ്റ്റാൻഡ് വരെയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തതുപോലുള്ളൊരു യാത്രേൻ്റെ വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.